ഇത് 20 വർഷം ഒരു ദിവസം പോലും മടക്കമില്ലാതെ കത്തിയെരിഞ്ഞ തിരിയാണ്. ഒരു ചെറിയ തിരിയെന്ന് കത്തി ഇത്രയായി. അത് വലിയ പൊക്കമായിരുന്നു. അത് ഒടിഞ്ഞ് അതിൻ്റെ പകുതിയാണ് അവിടെ ഇരിക്കുന്ന, പകുതി മറ്റിടത്തിരിപ്പുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന ചെന്നതിൻ്റെ അടയാളമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ മുട്ടുമേ നിന്ന് ഈ തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് ധാരാളം ഫലമാണ്. പ്രോലൈഫിൻ്റെ ശുശ്രൂഷ മാത്രമല്ല, മക്കളുടെ പഠനകാലം, മകൻ്റെ സെമിനാരിക്കാലം എല്ലാമുണ്ട്. മൂത്ത മക്കൾ ന്യൂസിലൻഡിൽ പഠിക്കാൻ പോയത്, ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി കത്തിയെരിഞ്ഞ മെഴുകുതിരിയാണിത്. പക്ഷേ ഇത് ഒരിക്കലും ഇവിടെ നിന്ന് മാറ്റരുതെന്ന് ഇവിടെ വന്ന പല വൈദികർ ഇത് കണ്ടിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. കാരണം ഇതൊരു കൂടിനകത്താക്കി വെക്കാനാണ് പറഞ്ഞ്. എനിക്ക് ഇന്നും ഈ തിരി കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ, ഇപ്പോഴും കണ്ണുനീരോടെയാണ് ഈ തിരിയിലോട്ട് ഞാൻ നോക്കുന്നത്. കാരണം കണ്ണുനീരൊഴുക്കി തിരി കത്തിച്ച് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ച ആ കാലങ്ങൾ വലിയ വലിയ ഫലമാണ് അതിനുണ്ടായത്. അത് ആരും അറിഞ്ഞിട്ടില്ല. ആർക്കും എന്തിനെല്ലാം വേണ്ടിയാണ് പ്രാർത്ഥിച്ചെന്നും വീട്ടിലുള്ള മക്കൾക്കോ ജീവിത പങ്കാളിക്കോ പോലും മുഴുവൻ അറിയത്തില്ല. ധാരാളം മക്കളുടെ ആവശ്യങ്ങൾ ഈ തിരി എരിഞ്ഞതിനകത്ത് ഉണ്ട്. എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ